ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ദേവദാസൻ മാൻസിനാർ ലോറൻസ് പുളിയനത്തിന്റെ 64-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ദീപശിഖ പ്രയാണം നടന്നു. ദേവദാസൻ മോൺസിഞ്ഞോർ ലോറൻസ് പുളിയനത്തിന്റെ 64-ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ദീപശിഖ പ്രയാണം നടന്നു. ദേവദാസന്റെ ഭവനത്തിൽ വെച്ചാണ് ദീപം തെളിയിക്കൽ കർമ്മം നടന്നത്. കളിച്ചു വളർന്ന മുറ്റത്താണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഓരോ ശിശുവും ജനിച്ചു വീഴുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം അനന്ത സാധ്യതകളുടെ ഒരു ഉറവയാണ്. ഇപ്രകാരം ജനിച്ച് ഈ മണ്ണിൽ നിന്ന് അനന്ത വിഹായസിലേക്ക് പറന്നുയരാൻ, ഉയർന്നു പൊങ്ങുവാനായിട്ട് ഇന്നും ആ ചൈതന്യത്തോടുകൂടെ നമ്മുടെ ഓർമ്മയിലും നമ്മുടെ ഈ പരിസരത്തുമൊക്കെ ചൈതന്യം പകർന്നു നിൽക്കുന്ന ഈ വിശുദ്ധന്റെ ആത്മാവിന്റെ ഈ ദൈവദാസന്റെ സെന്റ് ലൂയിസ് പള്ളിയിൽ പരിശുദ്ധ കുർബാനയും ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത മഹിതമായ പ്രൗഢമായ സേവനങ്ങളെ പറ്റി മനസ്സിലാക്കുന്നതും അതോർത്ത് ഒരു വൈദികൻ എന്ന രീതിയിൽ അഭിമാനം കൊള്ളുന്നതും. പല കാര്യങ്ങളുണ്ടെങ്കിലും രണ്ട് വിശേഷണങ്ങൾ: പാവങ്ങളുടെ അപ്പോസ്തലൻ, മറ്റൊന്ന് ഏകോദര സാഹോദര്യത്തിന്റെ മതനിരപേക്ഷതയുടെ ഒക്കെ ഒരു പ്രതീകമായി നിലകൊണ്ട വ്യക്തി. രണ്ടു കാര്യങ്ങൾ, ഒത്തിരിയേറെ സവിശേഷതകൾ, ഒത്തിരിയേറെ വിശേഷണങ്ങൾ നമുക്ക് ചാർത്താം. എങ്കിലും കൂടുതലായി പാവങ്ങളുടെ അപ്പോസ്തലൻ. അധികം പേരും ഉത്സവങ്ങളെ കണ്ട് അനുഭവിക്കുന്നവരാണ്. സാക്ഷികളെ വിസ്തരിക്കുമ്പോൾ കണ്ടവരും കേട്ടവരും എന്ന് പറയും. കണ്ടവരെ അവർ തന്നെ കേട്ടവരുമാണ്. അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചടങ്ങിൽ പുളിയനത്ത് ഫാമിലി ജനറൽ കൺവീനർ ജോസഫ് മാർട്ടിൻ സ്വാഗതം പറഞ്ഞു. പുളിയനത്ത് ഫാമിലി വെൽഫെയർ പ്രസിഡന്റ് ജോസഫ് മരിയാൻ അധ്യക്ഷത വഹിച്ചു. റവറന്റ് ഫാദർ ജോസി കണ്ടനാട്ടുതറ, KJ മാക്സി MLA, റവറന്റ് ഡോക്ടർ മരിയൻ അറക്കൽ, റവറന്റ് ഫാദർ ജിജു അറക്കത്തറ, ജോസഫ് ജൂഡ്, റവറന്റ് ഫാദർ അരുൺ മാത്യു തൈപ്പറമ്പിൽ, മുൻ കൗൺസിലർ KJ പ്രകാശൻ, ജോസഫ് ലോറൻസ് തുടങ്ങിയവർ അനുസ്മരണത്തിന് നേതൃത്വം നൽകി. അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള എല്ലാ പ്രാർത്ഥനയുമാണ് നമ്മുടെ ഇടവകയിലും അതുപോലെ തന്നെ നമ്മുടെ രൂപതയിലും ഈ രണ്ട് ഇടവകയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഈ ദിവസം വളരെ ഭക്തി ആഘോഷപൂർവ്വം കൊണ്ടാടിപ്പോരുകയാണ്. ജോസിയച്ചനോട് സൂചിപ്പിച്ചതുപോലെ ഈ പ്രക്രിയ ആരംഭിച്ചതിന് ശേഷം അച്ഛൻ്റെ തറവാട്ടിൽ നിന്നുള്ള ദീപശിഖ ഇവിടെ നിന്ന് പ്രയാണമായി ഇടക്കൊച്ചിയിലെത്തുകയും അവിടെ 20-ാം തീയതി വലിയ കുർബാനയും അതോടൊപ്പം വലിയ നേർച്ച സദ്യയൊക്കെ നടക്കുകയാണ്. 10,000 പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ് അവിടെ നടക്കുന്നത്. രണ്ട് ഇടവകയിലും വലിയ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. സെന്റ് ലോറൻസ് പള്ളിയുടെ വികാരിയുമായിരുന്ന റവറന്റ് ഫാദർ ജേക്കബ് കയ്യാല അദ്ദേഹത്തിൻ്റെ പെറ്റീഷൻ അനുസരിച്ച് കൊച്ചിരൂപത മെത്രാൻ നാമകരണ പരിപാടികൾ ആരംഭിക്കുന്നു. ഡിസംബർ 22-ാം തീയതി ഈ നാമകരണ പരിപാടിക്കുള്ള പോസ്റ്റ്ഗ്രേറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ രൂപതയിലുള്ള എല്ലാ ദേവാലയങ്ങളിലും അഭിനന്ദ പിതാവിൻ്റെ ഒരു സർക്കുലർ, നാമകരണ പരിപാടിയെക്കുറിച്ചുള്ള ഒരു സർക്കുലർ 2010 ഡിസംബർ 26-ാം തീയതി. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.